എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +2 റീവാലുവേഷൻ റിസൾട്ട് എന്ന് പ്രസിദ്ധീകരിക്കുമെന്ന് സംബന്ധിച്ച് വിദ്യാർത്ഥികൾ നിരവധിയായ കമൻറ്റുകൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എങ്ങനെയാണ് റിസൾട്ട് ചെക്ക് ചെയ്യുക എന്നും വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട്. വിശദമായ വാർത്തയിലേക്ക് പോകാം. ആദ്യമായിട്ട് കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും പഠിക്കേണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്തതിനൊപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലുകളിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ മാക്സിമം ഒന്ന് ലൈക്കും കൂടി ചെയ്യുക. സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കാനും കൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നേരെ ഈ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് നമ്മുടെ ചാനലിൽ വീഡിയോ കാണുന്ന 100 വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ 10 പേർ പോലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. പ്രിയ വിദ്യാർത്ഥികളെ അങ്ങനെ ആവരുത്. തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കണിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ മാക്സിമം ലൈക്കും കൂടി ചെയ്യുക. സുഹൃത്തുക്കളിലേക്ക് ഒന്ന് ഷെയർ എത്തിക്കാനും കൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഈ വർഷത്തെ +2 റീവാലുവേഷൻ റിസൾട്ട് എന്ന് പ്രസിദ്ധീകരിക്കുമെന്ന് സംബന്ധിച്ചാണ് വിദ്യാർത്ഥികൾ ചോദിക്കുന്നത്. അപ്പോൾ ഏതായാലും ഈ മാസത്തോടെ ഉണ്ടാകുമെന്നാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. പല വിദ്യാർത്ഥികളും റീവാലുവേഷൻ റിസൾട്ട് വരാത്തത് കാരണം അഡ്മിഷൻ പോലും തടസ്സപ്പെട്ടിരിക്കുകയാണെന്നാണ് വിദ്യാർത്ഥികൾ അറിയിക്കുന്നത്. അതായത് അതിൻ്റെ റിസൾട്ട് വന്നിടണം. +2 ജയിച്ചില്ല എന്നൊറ്റ കാരണത്താൽ ഒരു വിഷയത്തിൽ 2 or 3 മാർക്കോ പോയെന്നുള്ള ഒറ്റ കാരണത്താൽ +2 ഫെയിലായി കിടക്കുകയും ഡിഗ്രി ഉൾപ്പെടെയുള്ള കോഴ്സുകൾക്ക് അഡ്മിഷൻ കൊടുക്കാൻ സാധിക്കാതെ ഇരിക്കുകയും ചെയ്യുന്നു. അന്നേരമാണ് ഈ റിസൾട്ട് ഇങ്ങനെ വൈകിക്കൊണ്ട് പോകുന്നത്. ഏതായാലും റിസൾട്ട് ഈ മാസം ഉണ്ടാകുമെന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ്. ഇതിൻ്റെ വാല്യുവേഷനൊക്കെ 23-ാം തീയതി കഴിഞ്ഞതാണ്. ഇന്നേക്ക് 10 ദിവസമായി. ഇതിൻ്റെ വാല്യുവേഷൻ കഴിഞ്ഞിട്ട് ഇന്നേക്ക് 10 ദിവസമായി കഴിഞ്ഞു. വിദ്യാർത്ഥികൾ എങ്ങനെ റിസൾട്ട് ചെക്ക് ചെയ്യാമെന്നാണ് വിദ്യാർത്ഥികൾ ചോദിക്കുന്നത്. അപ്പോൾ എനിക്ക് വിദ്യാർത്ഥികളോട് പറയാനുള്ളത് DHSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് റിസൾട്ട് പരിശോധിക്കാൻ സാധിക്കും. DHSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് നിങ്ങൾ ഡയറക്റ്റ് തന്നെ ഗൂഗിളിൽ കയറി DHSC എന്ന് സെർച്ച് ചെയ്താൽ മതി. അവർ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്കായിരിക്കും പോകുന്നത്. ഡയറക്ടറേറ്റ് ഓഫ് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലെ എക്സാമിനേഷൻ എന്ന സെൻറ്ററിൽ +2 റീവാലുവേഷൻ റിസൾട്ട് 2024 എന്നൊരു ലിങ്ക് അവിടെ കാണും. ഇപ്പോൾ അവിടെ ഇല്ല. റിസൾട്ട് പ്രസിദ്ധീകരിച്ച ശേഷമായിരിക്കും അങ്ങനെ ഒരു ലിങ്ക് വരിക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ലിസ്റ്റ് കിട്ടുന്നതായിരിക്കും. നിങ്ങളുടെ മാർക്ക്, ബിഫോർ മാർക്ക് എത്രയാണ്, നിങ്ങൾക്ക് ആഫ്റ്റർ റിവാലുവേഷൻ, ബിഫോർ റിവാലുവേഷൻ അല്ലെങ്കിൽ ആഫ്റ്റർ റിവാലുവേഷൻ, ബിഫോറിൽ എത്ര മാർക്ക് ഉണ്ടെന്ന് ഓർമ്മയുണ്ടാവും. അപ്പോൾ എന്നിട്ട് അതിൻ്റെ ആഫ്റ്റർ റിവാലുവേഷൻ മാർക്ക് നോക്കുക. 8 മാർക്ക് മേലെ കൂടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് റീഫണ്ട് ഉറപ്പാണ്. പൈസ നിങ്ങൾക്കതിന് നിങ്ങളുടെ സ്കൂളിൽ റീഫണ്ട് റിക്വസ്റ്റ് നൽകാവുന്നതാണ്. ഏതായാലും റിസൾട്ട് ഈ മാസത്തോടെ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. കാത്തിരിക്കാൻ ഏറ്റവും പുതിയ അറിയിപ്പുകൾക്ക് വേണ്ടി പുതിയ വീഡിയോ കാണാം. അതുവരേക്കും ബൈ. പിന്നെ റിസൾട്ട് ഈ മാസം എന്തായാലും ഉണ്ടാകും. DHSCയുടെ വെബ്സൈറ്റിലാണ് വിദ്യാർത്ഥികൾക്ക് പരിശോധിക്കാം. കാത്തിരിക്കാൻ ഏറ്റവും പുതിയ അറിയിപ്പുകൾക്ക് വേണ്ടി പുതിയ വീഡിയോ കാണാം. അതുവരേക്കും ബൈ. ഇസ്മീസ് കറിയ, ദ ഫൗണ്ടർ ഓഫ് സ്കറിയ ഫോട്ടർ, ദ കരിയർ ഗൈഡൻറ്റ്. താങ്ക്സ് ഫോർ വാച്ചിങ്.